പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. കൊതിയച്ചാരായ എലിക്കുട്ടൻ്റെ കഥ കേൾക്കൂ. കൊതിയൻ മില്ലു. ഹായ്, നല്ല പഴങ്ങൾ. മില്ലു എലിക്കുട്ടൻ പഴങ്ങൾ ആർത്തിയോടെ കടിച്ചു തിന്നു. മില്ലുവിന് എന്തു കണ്ടാലും കൊതിയും ആർത്തിയുമാണ്. നാളികേരവും പഴങ്ങളും പച്ചക്കറികളും വേരുകളും കിഴങ്ങുകളും അവൻ ആർത്തിയോടെ കടിച്ചു കീറി അകത്താക്കും. പലരും അവനെ ഉപദേശിക്കും. മില്ലുക്കുട്ടാ, കൊതിയച്ചാരെ, കണ്ടത് മുഴുവൻ തിന്നല്ലേ, വായും വയറും കേടാവും, സൂക്ഷിച്ചില്ലേൽ കെണിയാവും. അവനുണ്ടോ കേൾക്കുന്നു? നല്ല രുചിയുള്ള തേൻപഴങ്ങൾ വല്ലതും കണ്ടാൽ വിടില്ല ഈ ഞാൻ, കപ്പക്കിഴങ്ങുകൾ മാന്തി തിന്നാൻ എന്തു രുചിയാണു കൂട്ടുകാരേ എന്നു പറഞ്ഞ് അവൻ അടുത്ത തോട്ടത്തിലേക്ക് ഓടും. ഒരു ദിവസം മൂത്തു വിളഞ്ഞു പഴുത്തു കിടക്കുന്ന മുളക് തോട്ടത്തിൽ മില്ലു എത്തിച്ചേർന്നു. പോകും വഴി ചെല്ലൻ മുയൽ അവനെ വിലക്കി. മില്ലു മില്ലു നിന്നാട്ടെ, വല്ലതും കണ്ടു കൊതിച്ചിട്ട് ആർത്തി പിടിച്ചു കഴിക്കല്ലേ, ആകെ വലഞ്ഞിടും കൂട്ടുകാരാ. ഓ! മില്ലു അത് കേട്ട ഭാവം നടിക്കാതെ ഓടിച്ചെന്ന് 4-5 പഴുത്ത മുളകുകൾ പറിച്ചെടുത്ത് ഒരുമിച്ച് കടിച്ച് ചവച്ചരച്ചു. അയ്യോ, എൻ്റെ അമ്മച്ചിയേ! അവൻ ഉറക്കെ നിലവിളിച്ചു. പക്ഷെ ശബ്ദം പുറത്തു വന്നില്ല. പകരം പുകയും തീയും പോലെ മുളക് തരികളാണ് പുറത്തേക്ക് തെറിച്ചത്. കണ്ണും മൂക്കും ചെവിയും പുകഞ്ഞ് തീ വന്ന പോലെ എലിക്കുട്ടൻ വലഞ്ഞു. വേദനയും സങ്കടവും സഹിക്കാൻ വയ്യാതെ ഓടിപ്പാഞ്ഞ മില്ലു ഒരു കൊച്ചരുവിയിൽ ചാടി. വായും മുഖവും കഴുകി വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി. കുറച്ചു നേരം കൊണ്ടാണ് അവൻ്റെ പുകച്ചിൽ മാറിയത്. അതിനുശേഷം മില്ലു തീറ്റ കണ്ട് ആർത്തി പിടിച്ച് എടുത്തു ചാടിയിട്ടില്ല.